ഹൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് പറമ്പിൽ ബസാറിലെ ലോട്ടസ് ടെമ്പിൾ കാണാനാട്ടോ. ശരിക്കും ലോട്ടസ് ടെമ്പിൾ ഒറിജിനൽ ഉള്ളത് ഡൽഹിയിലാണ്. അതിൻ്റെ ഒരു മിനി വേർഷനാണ് ഇവിടെ പറമ്പിൽ ബസാറിലുള്ളത്. പക്ഷേങ്കിൽ ശാന്തിഗിരി ആശ്രമം അതാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. അങ്ങനെയാണ് ബോർഡൊക്കെ നമുക്ക് പോകുന്ന വഴിക്കുള്ള റോഡ് സൈഡിലൊക്കെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ശാന്തിഗിരി ആശ്രമം എന്ന പേരിലാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വഴി അറിയില്ലെങ്കിലോ ചോദിച്ചാൽ ലോട്ടസ് ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആളുകളൊക്കെ കാണിച്ചു തരും. ഇതൊരു കുന്നിൻ്റെ പുറത്താണ് വരുന്നത്. അടിപൊളി വ്യൂ അതിൻ്റെ മേലയിൽ എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു റോഡൊന്നുമല്ല, നല്ല റോഡാണ്. ഇങ്ങനെ കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല, നമുക്ക് സുഖമായിട്ട് കയറി പോവാം. അപ്പോൾ അതിൻ്റെ മേലെ കയറിയാൽ അടിപൊളി വ്യൂ ആണുള്ളത്. പിന്നെ ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഫ്രീ ലഞ്ചൊക്കെ കിട്ടുമെന്ന് പറയുന്ന കേട്ടിന്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ പോയത് ഈവനിങ്ങിലാണ്. നമ്മൾ പോകുമ്പോൾ പറമ്പിൽ ബസാറിൽ ടൗണിലേക്കൊന്നും എത്തണ്ട. പറമ്പിൽ ബസാറിൽ എത്തുമ്പോൾ തന്നെ കരുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളൊരു ബോർഡ് കാണാം. ആ ബോർഡ് അനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ പോകുന്ന വഴിക്കൊക്കെ തന്നെ നമുക്ക് ശാന്തിഗിരി ആശ്രമം എന്നുള്ള ബോർഡ് കാണാം. അപ്പോൾ അതൊരു കനാൽ റോഡിലാണ് വരുന്നത്. നമ്മൾ കനാൽ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ബോർഡുണ്ട്. അത് പ്രകാരം ലെഫ്റ്റിലേക്ക് കയറ്റം കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എളുപ്പത്തിലെത്താം. നമ്മൾ ആ കനാൽ റോഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാവും തിരിച്ചു വന്ന് പിന്നെ ഇവിടേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ അതിൻ്റെ മേലെ കയറുമ്പോഴുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ. പിന്നെ അവിടേക്ക് പ്രത്യേകിച്ച് പാർക്കിങ്ങുള്ള സൗകര്യമൊന്നുമില്ല. നമ്മളിതുപോലെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോവുക ചെയ്തത്. അതിൻ്റെ അടുത്തേക്കൊന്നും അവർ വണ്ടി നമ്മളെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഈ ഒരു ആശ്രമം വരുന്നത് ഒരു കുന്നിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 360 വ്യൂ നന്നായിട്ട് കിട്ടും. അതിൻ്റെ കുന്നിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ആകാശവും താഴെ ഭൂമിയും ഒക്കെ അടിപൊളിയാണ് നമുക്ക് കാണാനായിട്ട്. നമ്മൾ പാർക്ക് ചെയ്ത് പിന്നെ ഒരു കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു ആശ്രമം വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വണ്ടി വെച്ച് അവിടേക്ക് നടന്നു പോകണം. പിന്നെ അവിടെ നമുക്ക് കയറുമ്പോൾ നമ്മളെ ചെരുപ്പ് പുറത്ത് കഴിച്ചു വെക്കണം. അവിടെ വെച്ചിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ മേലേക്ക് കയറി പോകണം. ചെറിയൊരു പോർഷൻ മാത്രമാണ് അവർ പിന്നെ ഈ ഒരു ടൈലൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ആ ടെമ്പിളിൻ്റെ ഇതിൻ്റെ ഇടയിലായിട്ട് മണ്ണൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് തിരിച്ചു പോകുമ്പോൾ ചെരുപ്പിട്ട് ഇട്ട് പോകുമ്പോൾ കാല് കഴുകാനുള്ള സംവിധാനമൊക്കെ അവർ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ മാത്രമാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഫോട്ടോ വീഡിയോസൊക്കെ അവിടെ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അത് പറ്റില്ല. പക്ഷേ ഉള്ളിലും അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന കാരണമാണ് നമ്മളടുത്ത് ചെരുപ്പ് പുറത്ത് കഴിച്ചിടാൻ പറയുന്നത്. അവിടെ പിന്നെ അവരെ എന്തോ ചെറിയ പൂജയോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് എല്ലാ മതസ്ഥർക്കും ഉള്ളിലേക്ക് കയറാനും കാണാനുമുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നിശബ്ദത പാലിക്കണം. അപ്പം ഞാൻ പിന്നെ മോനെയും കൊണ്ട് ഒരുപാട് സമയമൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്നില്ല. ജസ്റ്റ് കണ്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതിൻ്റെ ടെമ്പിളിൻ്റെ വ്യൂ ആണെങ്കിലും താഴത്തേക്കുള്ള വ്യൂ ആണൊക്കെ സൂപ്പറാണ്. പിന്നെ ഈ ആശ്രമത്തിൻ്റെ ആ ഒരു നമ്മൾ ചപ്പലൊക്കെ കഴിച്ചു വെക്കുന്ന ആ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു കോഫി ഷോപ്പ് പോലെ, ഒരു കോഫി ഷോപ്പ് എന്നൊന്നും പറയാൻ വേണ്ട, ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ഷോപ്പും പിന്നെ അവിടേക്കുള്ള ഈ പൂജക്കൊക്കെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്.